കൊച്ചിയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതികരണവുമായി നടിയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത്. വീട്ടിനുള്ളിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലല്ലോ എന്നോർക്കുമ്പോൾ ഉൾപ്പിടച്ചിലുണ്ടാകുന്നു എന്ന് അശ്വതി ശ്രീകാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. അശ്വതി ശ്രീകാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അവധിക്കാലം തീരുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ ഒരിടമുള്ളതിൽ ആശ്വസിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും അല്ലേ? ആ വാർത്ത ആവർത്തിച്ച് പറയുന്നില്ല. ധൈര്യക്കുറവ് കൊണ്ടാണ്. വീട്ടിനുള്ളിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലല്ലോ എന്നോർക്കുമ്പോൾ എന്തൊരു ഉൾപ്പിടച്ചിലാണ്. ഇങ്ങനെ അവസാനിച്ചില്ലെങ്കിൽ ആരും അറിയാതെ അവൾ എന്തിലൂടെയൊക്കെ ജീവിച്ചു പോകുമായിരുന്നു. ഈയിടെ തനിക്ക് കുഞ്ഞുനാളിൽ ഉണ്ടായ ലൈംഗിക അതിക്രമണത്തെക്കുറിച്ച് ഒരു നടി തുറന്നു പറഞ്ഞ വാർത്ത കണ്ടു. അതിന്റെ താഴെ കണ്ടൊരു കമന്റ് അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. ലഡു നിർബന്ധിച്ച് കഴിച്ചാലും മധുരം തന്നെയല്ലേ ഉണ്ടാവുക എന്നായിരുന്നു ആ ഒരു കമന്റ്. എന്തൊരു മനോനിലയാണ് ഇവർക്കൊക്കെ. പ്രതിഷേധം കുറയ്ക്കുന്നത് കൊണ്ടും നിയന്ത്രിക്കാൻ എളുപ്പമായതുകൊണ്ടും കുഞ്ഞുങ്ങളാണ് മിക്കപ്പോഴും ഇരയാകുന്നത്. രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാമെന്ന് പറയാമായിരുന്നു. പക്ഷേ ആരാണ് രക്ഷിക്കുന്നത്, ആരാണ് ശിക്ഷിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ വയ്യാത്ത കാലത്തോട് ആരോട് എന്ത് പറയാൻ? കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. ഈ ലോകം അത്ര നന്നല്ല കുഞ്ഞെ എന്ന് ഹൃദയ ഭാരത്തോടെ പറഞ്ഞു വെക്കുക. അതേസമയം 4 വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞു കൊന്നത് ഭർത്താവിന്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണെന്ന് അമ്മയുടെ മൊഴി. കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റിയതായി തോന്നി. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങി. തന്നെ ഒഴിവാക്കിയതിൽ കുട്ടി എങ്ങനെ ജീവിക്കും എന്ന് ആശങ്കയുണ്ടായിരുന്നു അമ്മയ്ക്ക്. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം താൻ അറിഞ്ഞിരുന്നില്ലെന്നാണ് അമ്മയുടെ മൊഴി. അതേസമയം ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായി വന്നിരുന്നത്. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് 1.5 വർഷത്തോളമാണ് പ്രതി കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ആ വിവരം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു. കുഞ്ഞു മൃതദേഹത്തിലെ ആദ്യഘട്ടം പരിശോധനയിൽ തന്നെ കുഞ്ഞ് ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്ന കാര്യം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തി. 1-2 വട്ടമല്ല, നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും ഇരയാക്കി. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് കുഞ്ഞ് ഉപദ്രവം നേരിട്ടതായി തെളിവുകളും ലഭിച്ചു. അതീവ ഗൗരവമായ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസിന്റെ അന്വേഷണം ബന്ധുക്കളിലേക്ക് നീങ്ങിയത്. കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയായ അന്ന് രാത്രി തന്നെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തു. വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയെടുത്തു. അടുത്ത ബന്ധുവിലേക്ക് സംശയം പോയതോടെ പലരുടെയും മൊഴിയെടുത്തു. ഒരു തവണ ചോദ്യം ചെയ്ത ഇയാളെ വിട്ടയച്ചു. മറ്റു 2 ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി വീണ്ടും ചോദ്യം ചെയ്തു. തെളിവുകൾ നിരത്തിയതോടെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. തനിക്ക് കയ്യബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാണ് പ്രതി പൊട്ടിക്കരഞ്ഞത്. കൊല്ലപ്പെട്ട അന്ന് രാവിലെയും പ്രതി കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. പോക്സോ കേസിൽ ബലാത്സംഗം, അടുത്ത ബന്ധുവിൽ നിന്ന് നേരിടുന്ന ലൈംഗിക ചൂഷണത്തിന് ചേർക്കുന്ന വകുപ്പ് എന്നിവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുഞ്ഞിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധനയും പൂർത്തിയാക്കി.